ഏപ്രിൽ 13 മുതൽ 19 വരെ നടക്കുന്ന ദി ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ തൃശ്ശൂർ ജെറുസലേം റിട്രീറ്റ് സെൻറ്ററിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമുക്കറിയാം, ഫിയാത്ത് മിഷൻ്റെ നേതൃത്വത്തിൽ മലങ്കര സഭയും ലത്തീൻ സഭയും സീറോ മലബാർ സഭയും ചേർന്ന് ഒരുമിച്ച് അണിനിരക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള മിഷൻ പ്രവർത്തനങ്ങളുടെ അവരുടെ തന്നെയുള്ള ഒരു സ്റ്റാളുകളാണ് ഇന്നിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, മിഷൻ ട്രെയിനിങ്ങും മിഷൻ ഗ്യാതറിങ്സും മാത്രമല്ല 24 മണിക്കൂറും നീളുന്ന ആരാധനയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മിഷനെ അറിയുവാനും സ്നേഹിക്കുവാനും മിഷൻ പ്രവർത്തനങ്ങളെ ഒത്തിരി വളർത്തുവാനുമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുള്ള 7ാമത് മിഷൻ ഗ്യാതറിംഗ് ആണ് ഇന്നേ ദിവസം ഇവിടെ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും സുപ്രധാനമായി തന്നെ ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് മിഷൻ എക്സിബിഷൻ എന്നുള്ള കാര്യം. അതായത് സീറോ മലബാർ, ലത്തീൻ, മലങ്കര സഭകളുടെ എല്ലാം ആകെത്തുകയായ അവരെല്ലാവരും കൂടി ചേർന്ന് സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആ ഒരു മിഷൻ ഗ്യാതറിംഗ്, ഒപ്പം തന്നെ അവർ നടത്തുന്ന എക്സിബിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പം ഓരോ സ്റ്റാളുകളും അവരത്രയും സ്പെഷ്യലായി അവരുടേതായിട്ടുള്ള കുറച്ച് സമർപ്പണങ്ങളും മിഷൻ ത്യാഗങ്ങളും എല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അവർ. അപ്പം അവരോട് തന്നെ ചോദിക്കാമല്ലേ, അവരെന്തൊക്കെയാണ് ആ ഒരു സ്റ്റാള് വഴി ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം. നമ്മളിപ്പം ഡയോസിസ് ഓഫ് ഇറ്റാനഗറിൻ്റെ സ്റ്റാളിലേക്കാണ്. അപ്പം നമുക്കറിയാം, ഇവിടെ ജിനു അച്ഛൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. അവരുടെ ടീം മെമ്പേഴ്സും യൂത്തിൻ്റെ ടീം മെമ്പേഴ്സാണ്, അച്ഛൻ്റെ സ്വന്തം പിള്ളേരാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. ഇവിടെ ഒപ്പം ഒത്തുചേർന്നിട്ടുണ്ട്. അപ്പം അച്ഛാ, എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ? ഞങ്ങൾ വരുന്നത് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗർ രൂപതയിൽ നിന്നാണ്. നമുക്കറിയാം, അരുണാചൽ പ്രദേശിൽ 2 രൂപതകളാണ് ഉള്ളത്. ഒന്ന് ഇറ്റാനഗർ രൂപതയും 2 മിയാവോ രൂപതയും. ഇറ്റാനഗർ രൂപത 2005 സ്ഥാപിതമാകുന്നത്. ജോൺ കാട്ടർക്കുടി പിതാവ് ഇറ്റാനഗർ രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്നു. പിന്നെ ബിഷപ്പ് ഏകദേശം 17 വർഷത്തോളം ഇറ്റാനഗർ രൂപതയെ നയിച്ചു. അതിനുശേഷം ഇപ്പോഴത്തെ നമ്മുടെ പിതാവ് ബെന്നി എടത്തട്ടേൽ പിതാവാണ്. പ്രധാനമായിട്ട് നമുക്ക് ഫെയ്ത്ത് ഫോർമേഷനാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ഏകദേശം 53ഓളം ഇടവകളും 483 500ഓളം വില്ലേജ് ചർച്ചസുകളുമാണ് അരുണാചൽ പ്രദേശിലുള്ളത്. നമുക്കറിയാം, അരുണാചൽ പ്രദേശിലെ ഭൂപ്രകൃതി ഹില്ലി ഏരിയാസ് ആണ്. യാത്രാ സൗകര്യങ്ങൾ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ബിഷപ്പ് ഞങ്ങളോട് പറയാറുണ്ട്, 2 ദിവസമൊക്കെ എടുത്താണ് ഏറ്റവും കോർണറുള്ള സ്ഥലത്തൊക്കെ ബിഷപ്പ് പോയിട്ട് തിരിച്ചു വരിക. ആളുകൾ വിശ്വാസം സ്വീകരിച്ചിട്ട് ഏകദേശം 40ഓളം കൊല്ലം ആയിട്ടേ ഉള്ളൂ. സലേഷ്യൻ അച്ഛന്മാരാണ് ആദ്യമായിട്ട് അവിടെ വരിക. ഫാദർ കൊളന്തൈസ്വാമി എന്ന് പറഞ്ഞൊരു സലേഷ്യൻ അച്ഛൻ വഴിയാണ് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുക. പിന്നീട് ഇവിടെ ഫോട്ടോയുണ്ട്, പ്രേംഭായി അപ്പോസ്റ്റൽ ഓഫ് അരുണാചൽ. അദ്ദേഹം അരുണാചൽ മുഴുവൻ നടന്ന് ഓരോ വില്ലേജുകളിലും കയറി അവരുടെ ലാംഗ്വേജ്, നിഷി എന്ന ലാംഗ്വേജ് പഠിച്ചു, അവിടെ സുവിശേഷം പ്രഘോഷിച്ചു. ഏകദേശം 100ഓളം ട്രൈബുകളാണ് അരുണാചൽ പ്രദേശിലുള്ളത്. ഇവർ വന്നിരിക്കുക നിഷി എന്ന് പറയുന്ന ട്രൈബിൽ നിന്നാണ്. എൻ്റെ പാരീഷിലെ യൂത്താണ്. നമുക്കറിയാം, നിഷിയിലെ അവരുടെ പരമ്പരാഗതമായിട്ട് അവർ ധരിക്കുന്ന വേഷമാണ് ഇത്. സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ സാരി ഉടുക്കുന്നത് പോലെ സ്ത്രീകളുടെ വേഷമാണ് ഈ പെൺകുട്ടി ധരിച്ചിരിക്കുന്ന വേഷം. ഇത് അവരുടെ സീനിയേഴ്സ് അല്ലെങ്കിൽ മൂപ്പന്മാരൊക്കെ അവരുടെ തലയിൽ വയ്ക്കുന്ന, ഇതിൻ്റെ പേര് ബോപ്പിയ എന്നാണ് ഇതിൻ്റെ പേര്. ഒപ്പം ഇത് അവർ ധരിക്കുന്ന ഇതിൻ്റെ പേരെന്നാണ് ഉരിയു, അവരുടെ വാള് ഉരിയു. പിന്നെ ഒരു പുറത്ത് തൂക്കുന്ന നറ എന്ന് പറയുന്ന പുറത്ത് തൂക്കുന്ന, അവർ ഹണ്ടിങ്ങിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഫിഷിങ്ങിനൊക്കെ പോകുമ്പോൾ അത് ഇടാൻ വേണ്ടിയുള്ള ബാഗാണ്. പിന്നെ ഇത് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള അട്ടയർ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പ്രധാനമായിട്ടും ആളുകൾ വളരെ സ്നേഹമുള്ള ആൾക്കാരാണ്, വളരെ ലവ്വിങ് ആണ്, വിശ്വാസം സ്വീകരിക്കുന്നവരാണ്. വി ഫീൽ വി ആർ ലൗഡ്. നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുവെന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. വിശ്വാസം വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം 40 കൊല്ലമേ ആയിട്ടുള്ളൂ. എങ്കിൽ പോലും വിശ്വാസത്തിൻ്റെ ഒരു വലിയ വളർച്ച നമുക്ക് അരുണാചൽ പ്രദേശിൽ കാണുവാനായിട്ട് സാധിക്കും. ഇനിയും തീർച്ചയായിട്ടും വളരേണ്ടതുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ വിശ്വാസം എത്തിക്കേണ്ടതുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ എല്ലാം ഏറ്റവും മനോഹരമായിട്ട് പോകുന്നു. മിഷൻ പ്രവർത്തനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഇവാഞ്ചലൈസേഷൻ, വിശ്വാസം കൈമാറ്റം ചെയ്യുക, വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അരുണാചലിലുള്ള ഏറ്റവും മുതിർന്ന ആളുകൾ മുതൽ ചെറുപ്പം ആൾക്കാർ, ഫസ്റ്റ് തലമുറയിലുള്ള ക്രിസ്ത്യൻസ് ആണ്. കാരണം അവർ ഫ്രഷായിട്ട് ഡയറക്റ്റ് വചനം ശ്രവിച്ച് ഈശോയിൽ വിശ്വസിച്ച് വചനം സ്വീകരിച്ചവരാണ്.
നമ്മൾ റോമൻ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നാണ്. അങ്ങനെ വചനം കേട്ട് വിശ്വാസം സ്വീകരിച്ചവരാണ് അരുണാചൽ പ്രദേശിലുള്ളവർ. പിന്നീട് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ സഭ ഇടപെടുന്നുണ്ട്. അപ്പോൾ എഡ്യൂക്കേഷൻ മിനിസ്ട്രി ഉണ്ട്, യൂത്ത് മിനിസ്ട്രി ഉണ്ട്, എല്ലാ തരത്തിലുള്ള മിനിസ്ട്രികളിലേക്കും ഇറ്റാനഗർ ഡയസിസ് വളരുന്നുണ്ട്. എങ്കിലും പ്രധാനപ്പെട്ട ഫോക്കസ് ഇവാഞ്ചലൈസേഷനാണ്. വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെടുകയാണ്, വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇടവകൾ സ്ഥാപിച്ച് കൂടുതൽ പാസ്റ്റൽ കെയർ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പണ്ട് വചനം ഒരു സ്ഥലത്തുനിന്ന് പ്രഘോഷിച്ച് അടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഡയസ് രൂപീകരിച്ചതിന് ശേഷം 53ഓളം ഇടവകളിലായിട്ടും 483 സബ്സ്റ്റേഷനിലായിട്ട് നമുക്ക് ഇടവക സമൂഹങ്ങളുണ്ട്. അവിടെ ചെറിയ ഇടവകളിൽ പോലും 20 വീടുള്ള അല്ലെങ്കിൽ 50 വീടുള്ള അങ്ങനെ ചെറിയ ചെറിയ കമ്മ്യൂണിറ്റികളിൽ പോലും അച്ഛന്മാരായിരുന്ന് അവിടെ വചനം പ്രഘോഷിക്കുന്നുണ്ട്. നമ്മുടെ കൂടെ ആയിരിക്കുന്ന അച്ഛന് മിഗിങ് എന്ന് പറഞ്ഞ വളരെ ഇൻറ്റീരിയർ പ്രദേശത്തിൽ ജോലി ചെയ്യുന്ന ഒരു CMA അച്ഛനാണ്. അച്ഛനായിരിക്കുന്ന ഇടവകയിൽ 20ഓളം ഇടവക അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അവർക്ക് വേണ്ടി അച്ഛന് ഏകദേശം 7 വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അച്ഛന്മാർ തീർച്ചയായിട്ടും അച്ഛന്മാർ, സിസ്റ്റേഴ്സ്, അതോടൊപ്പം ലേ ആയിട്ടുള്ള ആൾക്കാർ വളർത്തിക്കൊണ്ട് വന്ന ഒരു സഭയാണ് അരുണാചലിലെ സഭ. കാരണം ആളുകൾ, സ്റ്റുഡൻസ്, ഷില്ലോങ്ങിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഹാർമുട്ടി എന്ന് പറഞ്ഞ ആസാമിൻ്റെ ബോർഡറിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അവർ അവിടെ പോയി പഠിച്ചു, വിശ്വാസം സ്വീകരിച്ച് അവർ വിശ്വാസവുമായിട്ട് അരുണാചൽ പ്രദേശിലേക്ക് വന്നു. കൂടാതെ നമ്മുടെ ലേ പീപ്പിള്, അതായത് നമ്മുടെ കാറ്റക്കിസ്റ്റുമാർ, ഇവാഞ്ചലിസ്റ്റ്, അരുണാചലിലെ ലോക്കൽ ആളുകൾ, അവർ വില്ലേജ് ടു വില്ലേജ് വിശ്വാസം സ്വീകരിച്ച് ദൈവത്തിൻ്റെ വചനം കൊടുത്തു. മാത്രമല്ല നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ കാണുന്നുണ്ട്, അടയാളങ്ങൾ വഴി ദൈവം വചനം സ്ഥിരീകരിച്ചു. അങ്ങനെ ചെറിയ ചെറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും വഴി ആളുകൾ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് യേശുവിൽ വിശ്വസിച്ച ഒരു സമൂഹമാണ് അരുണാചൽ പ്രദേശിലെ വിശ്വാസ സമൂഹം എന്ന് പറയുക. അവർ നമുക്ക് വേണ്ടി ഒരു ചെറിയൊരു സോങ് ഇവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം അല്ലേ? Lam tange tuge bagot rongo nampo kam kangam ja sonyok si kangam ja songeda so nalagabe doki debe ngomedene so isi so nalagabe so ki debe ngomedine so da so nalagabe do ki debe ngomedine so isi so nalagabe so ki debe Chiami sikam kangam jake no kam kangam japa no kam kangam japa. അപ്പം ഒരിക്കൽ കൂടെ നമ്മുടെ ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ യൂത്തിന് കൂടുതൽ പ്രചോദനങ്ങൾ നൽകി അവരുടെ ആ ഒരു സുവിശേഷ പ്രഘോഷണം. നമുക്കറിയാലോ ഇന്നത്തെ സമൂഹം കൂടുതൽ വളർത്തപ്പെടുന്നത് യൂത്ത് വഴിയായിട്ടാണ്, യുവജനങ്ങൾ വഴിയായിട്ടാണ്. അപ്പോൾ അവരിലൂടെയുള്ള ആ ഒരു സുവിശേഷ പ്രഘോഷണം ഒത്തിരി സ്ട്രോങ് ആയി തന്നെ ഇനിയും നടക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.